മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇഡിക്ക് മുന്നിൽ ഹാജരായി. കൊച്ചി ഇഡി ഓഫീസിൽ രാവിലെ 10:30ഓടെയാണ് ഹാജരായത്. ഭർത്താവിനൊപ്പമാണ് വീണ എത്തിയത്. CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയും. വീണയോട് കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനാരോഗ്യത്തെ തുടർന്ന് പിന്നീട് സാവകാശം തേടുകയായിരുന്നു. കേസിൽ ഇന്നലെ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും ശരൺ എസ് കർത്തയും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. കമ്പനിയുടെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ശരൺ കർത്തയോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ജയ കർത്ത ഡയറക്ടറായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൃത്യമായി തിരിച്ചടവ് നടത്താതിരുന്നിട്ടും എക്സാലോജി കമ്പനിക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന് മുന്നോടിയായി ശശിധരൻ കർത്തയുടെ മകളും CMRL ഡയറക്ടറുമായ ഷിബി എസ് കർത്തയെയും കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. CMRLന്റെ സഹോദര സ്ഥാപനവും കേസിലെ പ്രതിപട്ടികയിലുള്ളതുമായ നിപുണ ഇന്റർനാഷണൽസിന്റെ ഡയറക്ടർ കൂടിയായ ഷിബിയിൽ നിന്ന് ഈ ഇടപാടുകളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇഡി ശേഖരിച്ചത്. ഇന്ന് വീണയിൽ നിന്ന് വിവരങ്ങൾ തേടിയ ശേഷം രേഖകളും മൊഴികളും ഇഡി വിശദമായി തന്നെ പരിശോധിക്കും. നേരത്തെ ഈ മാസം 12-ന് ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് വൈദ്യപരിശോധനാ വിവരങ്ങൾ സഹിതം വീണ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇഡി 5 ദിവസത്തെ സാവകാശം അനുവദിച്ച് പുതിയ സമൻസ് നൽകിയത്. ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകാൻ ഇഡി കർശന നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വീണ ഇഡിക്ക് മുന്നിൽ എത്തിയത്. മുൻപ് നടത്തിയ റെയ്ഡുകളിൽ ഇഡി വീണയിൽ നിന്ന് ചില സുപ്രധാന രേഖകൾ പിടിച്ചെടുക്കുകയും പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ രേഖകളുടെയും CMRLുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നിലവിൽ ശേഖരിക്കുന്ന മൊഴികളുടെയും അടിസ്ഥാനത്തിലാകും വീണയുടെ അടുത്തഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. IT കൺസൾട്ടൻസി സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തുക കൈമാറിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടെ 132 കോടിയിലധികം രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ച് വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി പണം നൽകിയതായി ആരോപണം ഉയർന്നിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയതിനെ തുടർന്ന് SFIO ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രത്യേക കോടതി ഇഡിക്ക് കൈമാറുകയായിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നത്.